ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കുന്ന, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഏവർക്കും ഇന്നത്തെ ആശംസകൾ. ഇന്ന് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുമ്പോൾ ഇന്നലെ എന്തായിരുന്നു എന്ന് നമ്മൾ അറിയണം. കാരണം ഇന്നലെ അറിഞ്ഞാലേ ഇന്ന് ജീവിക്കാൻ നമുക്ക് അവകാശമുള്ളൂ. രാജ്യത്തിന്റെ ചരിത്രം അറിയണമെങ്കിൽ അതിലേക്ക് ആകാംക്ഷയോടെ, ആത്മാർത്ഥതയോടെ കടന്നു ചെല്ലണം. ചരിത്രം പഠിക്കേണ്ടത് ചരിത്രം തിരുത്തി കുറിക്കാനല്ല, ചരിത്രം ആവർത്തിക്കാനുമല്ല, സംഭവിച്ച തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനാണ്. നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും സ്വാഭാവികമായി സംഭവിച്ചതല്ല, നിർബന്ധമായും സംഭവിക്കേണ്ടതുമായിരുന്നില്ല. അജ്ഞതയുടെയും ഒരുപക്ഷെ അഹങ്കാരത്തിന്റെയും ഒക്കെ ഫലമായിരുന്നു എന്ന് നമുക്കത് ചരിത്രത്തിലൂടെ മനസ്സിലാകും. ചരിത്രം പഠിക്കേണ്ടത് ചരിത്ര വിദ്യാർത്ഥികളല്ല, ഇന്ത്യൻ പൗരന്റെ കടമയാണ്. കാരണം ഗൂഗിൾ നോക്കുമ്പോ മഹാത്മാഗാന്ധിയെ സെർച്ച് ചെയ്യുമ്പോ ഇന്ത്യൻ ലോയർ എന്ന് മാത്രമാണ് ഇപ്പൊ കാണുന്നത്. എവിടെ പോയി ഗാന്ധിജിയുടെ വിശേഷണം? മഹാത്മജി രാഷ്ട്രപിതാവാണെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയുന്ന നമുക്ക് ഇത് അപമാനകരമാണ്, വേദനാജനകമാണ്. ഗാന്ധിജിയെ അറിയാൻ, ധീരദേശാഭിമാനികളെ അറിയാൻ, രാജ്യത്തിന്റെ ഇന്നലകൾ അറിയാൻ ചരിത്ര വഴിയിലൂടെ ഇന്ന് മാത്രമല്ല എന്നും നമ്മൾ നടന്നു പോകണം, വായിക്കണം. കേവലം ഇൻസ്റ്റയിലോ ഗൂഗിളിലോ മാത്രം തപ്പി നടന്നിട്ട് കാര്യമില്ല, ചരിത്ര പുസ്തകങ്ങൾ വായിക്കണം. അതിനുള്ള ശ്രമം ഇന്ന് തുടങ്ങാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ. കാരണം ഇനി നാളെയല്ല, ഇന്ന് ജീവിക്കണമെങ്കിൽ, ഇന്ന് ഇന്ത്യക്ക് ജീവൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. കാരണം ഇന്നത്തെ സമൂഹത്തില് പത്രവാർത്തയിലായാലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്, ആരും നമുക്ക് പറഞ്ഞു തരേണ്ടതില്ല. അത് മാറ്റിമറിക്കാൻ നമുക്കേ കഴിയും. നിങ്ങൾക്ക് എന്നല്ല, ഞാൻ ഉൾപ്പെടെ വരുന്ന എല്ലാവർക്കും അതിനുള്ള ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അതിനായുള്ള ഉണർന്നെഴുന്നേൽപ്പിന് സമയമായി. എല്ലാവർക്കും നന്മയുള്ള ഒരു മനസ്സും ഉന്മേഷമുള്ള ഒരു ഹൃദയവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.